അവസാന അയ്യപ്പ ഭക്തൻ ജീവിച്ചിരുന്നവരെ ഒരു ഫെമിനിസ്റ്റയും അവിടെ നുഴഞ്ഞു കയറാൻ അനുവദിക്കില്ല. അത് ചതിയാണ്, പുറകിൽ നിന്ന് കുത്തുന്നതാണ്. അത് ഒരിക്കൽ മുഖ്യമന്ത്രി ചെയ്തു. ശ്രീ പിണറായി വിജയനും 10,000 പോലീസുകാർ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ പോരാടി ജയിച്ചതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ അടക്കമുള്ളവരെ വഞ്ചിക്കാൻ രാത്രി യുവതികളെ കയറ്റി ഇതിന്റെ സത്യം മനസ്സിലാക്കാതെ ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കയറുന്നത്. ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ഇപ്പം സർക്കാരിന്റെ വലിയൊരു തിരിച്ചടി വന്നിരിക്കണം. കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങളൊരു തീരുമാനം എടുക്കണം, കയറ്റണോ വേണ്ടയോ. ആദ്യം കയറ്റണം എന്നും പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശബരിമല ചെയ്തു കൊടുത്തു. അതിനെതിരെ താങ്കളെ പോലുള്ള ഒരുപാട് എതിരായി വന്നു. ഇപ്പൊ ഇലക്ഷൻ ടൈമും കൂടെയാണ്. ഈ സർക്കാർ എന്ത് നീക്കമായിരിക്കും മുന്നോട്ട് കൊണ്ടുവരുന്നത്? ശബരിമല വിശ്വാസികൾക്ക് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അവസാന അയ്യപ്പ ഭക്തൻ ജീവിച്ചിരിക്കുന്നത് വരെ ശബരിമലയിൽ യുവതികൾ കയറില്ല. അവസാന അയ്യപ്പ ഭക്തൻ ജീവിച്ചിരുന്നവരെ ഒരു ഫെമിനിസ്റ്റയും അവിടെ നുഴഞ്ഞു കയറാൻ അനുവദിക്കില്ല. ഞങ്ങളുടെയൊക്കെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. ഇത് അന്നെടുത്ത നിലപാടാണ്, ഇന്നുമുള്ള നിലപാടാണ്, എന്നുമുള്ള നിലപാടാണ്. വേണമെങ്കിൽ ഇരുട്ടിന്റെ പിറവിൽ ആൾക്കാരെ ഒളിച്ചു കടത്താം. അത് ചതിയാണ്, പുറകിൽ നിന്ന് കുത്തുന്നതാണ്. അത് ഒരിക്കൽ മുഖ്യമന്ത്രി ചെയ്തു, ഇനി അദ്ദേഹം ചെയ്യില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിൽ യുവതികൾ കയറില്ല. അത് അയ്യപ്പൻ്റെ തീരുമാനമാണ്. അയ്യപ്പൻ്റെ നിഷ്ഠയും നിശ്ചയവും നിർണയവും അനുഷ്ഠാനവുമാണ്. അത് മാറ്റാൻ ആർക്കും കഴിയില്ല. കലികാലം തീരുന്നത് വരെ അങ്ങനെ തന്നെയായിരിക്കും. ഇത് വർഷം 2026 വർഷം 3026 AD 3026 ആണെങ്കിലും ശബരിമല യുവതികൾ കയറില്ല. ഇതാണ് വികാരത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത്. ഇനി അത് കുറെ കൂടെ ഭരണഘടനയുടെ ഭാഷയിലേക്കും അല്ലെങ്കിൽ ഭരണഘടനാബദ്ധമായി കൂടി അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ശബരിമല എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കയറുന്നത്. പക്ഷേ ശബരിമലയിലുള്ളത് ഒരു പ്രായ നിയന്ത്രണം മാത്രമാണ്. 50 വയസ്സിന് മേളിലുള്ള സ്ത്രീകൾക്ക് കയറാം, 10 വയസ്സ് താഴെയുള്ള നമ്മുടെ പെൺകുട്ടികൾക്ക് കയറാം. 10 മുതൽ 50 വയസ്സ് വരെ യുവതികൾക്കാണ് അവിടെ പ്രായ നിയന്ത്രണം. അതിൻ്റെ കാരണം അയ്യപ്പൻ്റെ പ്രതിഷ്ഠാഭാവം നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊരു കാര്യമാണ്. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ യുവതി സാമ്യപ്പെത്തി ഇന്ന് മാറി നിൽക്കണം. ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് വിശ്വസിക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ശബരിമല. ഇത് ആരും വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് വിശ്വസിക്കുന്നവർക്ക് ആർട്ടിക്കിൾ 25ഉം 26ഉം നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണിത്. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടം കൂടാണ്. ഇപ്പം നമ്മൾ ഓരോ മലയാളിയുടെയും അഭിമാനമായി മാറാൻ പോകുന്നത് സ്വാമി അയ്യപ്പൻ നമ്മൾ ഹിന്ദുക്കളുടെ മാത്രമല്ല, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ജൈന അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസങ്ങൾക്ക് ഒരു പരിചയമായി കവചമായി നിൽക്കാൻ പോവുകയാണ്. അതായത് എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 25ന്റെ ദേവതയായി സ്വാമി അയ്യപ്പൻ മാറാൻ പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ശബരിമല ഇനി യുവതികൾ കയറ്റുന്ന ഒരു വിധി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ സ്ഥിരബുദ്ധിയുള്ള ആരും ചിന്തിക്കും എന്ന്. അപ്പോൾ അയ്യപ്പൻ്റെ ആ സംരക്ഷണ കവചം എല്ലാ വിശ്വാസങ്ങൾക്കും നമ്മുടെ സഹോദര സമുദായങ്ങൾക്കും കിട്ടുകയും അവരുടെ വിശ്വാസങ്ങളിലേക്ക് ആരും നുഴഞ്ഞു കയറാനും കടന്നു കയറാനും ഇരിക്കാനുള്ള വലിയ സ്പേസ് ഉണ്ടാകുകയും ചെയ്യും. ഇനിയും ഏതെങ്കിലും മതത്തിൽ നമ്മുടെ അടക്കമുള്ള വിശ്വാസത്തിൽ എന്തെങ്കിലും പരിഷ്കാരമോ പരിവർത്തനമോ വരണമെങ്കിൽ ലെറ്റ് റിഫോം കം ഫ്രം വിത്തിൻ. ഉള്ളിൽ നിന്ന് ആ റിഫോം വരണം, ഉള്ളിൽ നിന്ന് ആ പരിഷ്കാരം വരണം. അത് ആ മതവിശ്വാസികളും വിശ്വാസധാരയിൽ ഉൾപ്പെടുന്നവരും ചെയ്തോളും. നമ്മൾ അതിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോകണ്ട. അതുകൊണ്ട് സ്വാമി അയ്യപ്പൻ എല്ലാവർക്കും ഒരു സംരക്ഷക കവച നിൽക്കാൻ പോകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് എല്ലാ മലയാളികൾക്കും, എല്ലാ കേരളീയർക്കും, എല്ലാ ഹിന്ദുക്കൾക്കും, എല്ലാ അയ്യപ്പ വിശ്വാസികൾക്കും അഭിമാനിക്കാം. പക്ഷേ പിണറായി സർക്കാർ കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്ത്രീകളെ അവിടെ കയറ്റണം അല്ലെങ്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പൊ ഈ ഇലക്ഷൻ ചൂടേറി വരുമ്പോൾ ഇങ്ങനെ കോടതി വിധി വരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് സർക്കാർ നിലപാട് മാറ്റണമെന്നാണ് താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ളത്. നിലപാട് മാറ്റിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ നിലപാടില്ലാത്തൊരു സർക്കാരായി പോകും. അതല്ല, അതൊക്കെ അവരുടെ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമാണ് CPM, ഭരിക്കുന്ന പാർട്ടിയാണ്. അവരോട് തല്ലുകൂടി നിൽക്കാനൊന്നും ഒരു അയ്യപ്പ വിശ്വാസിയും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ CPM-നോട് അഭ്യർത്ഥിക്കാൻ, വളരെ താഴ്മയെ അഭ്യർത്ഥിക്കാനും നമ്മുടെ ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത് അവർ നിലപാട് മാറ്റണമെന്നാണ്. മാറ്റിയാൽ അവർക്ക് കൊള്ളാം, മാറ്റിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ശബരിമലയിൽ ആരും പിന്തുണയ്ക്കാനില്ലാത്ത അവസരത്തിൽ പോലും നമ്മൾ പോരാടി വിജയിച്ചതാണ്. ആരും പിന്തുണയ്ക്കാനില്ലാത്ത അവസരത്തിൽ എല്ലാ പ്രമുഖ പാർട്ടികളും ഒന്ന് പകച്ചു നിന്ന അവസരത്തിൽ മറുഭാഗത്ത് 5-അംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിന്യായവും ശ്രീ പിണറായി വിജയനും 10,000 പോലീസുകാർ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ പോരാടി ജയിച്ചതാണ്. അതുകൊണ്ട് ആ പോരാട്ടം നമ്മൾ തുടരും, നമ്മളതിൽ ജയിക്കുകയും ചെയ്യും. പക്ഷേ CPM-നോട് താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ളത്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം ആ നിലപാട്, ശരിയായ നിലപാടിലേക്ക് എത്തണം, തെറ്റായ പഴയ നിലപാട് മാറ്റണമെന്നാണ്.
എന്തായാലും ഒരു 99% ഇപ്പൊ താങ്കൾ പറഞ്ഞ നിലപാടിലോട്ടാണ് സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ എത്താൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴത് നിങ്ങൾ സമരം ചെയ്ത് നിങ്ങളുടെ ഒരു വിജയമായിട്ടല്ലേ ഇത് കാണുന്നത്? ഇത് ശരിക്കും അയ്യപ്പന്റെ വിജയമാണ്, സത്യത്തിന്റെ വിജയമാണ്. ഞങ്ങളടക്കമുള്ളവരെ പറ്റിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളടക്കമുള്ളവരെ വഞ്ചിക്കാൻ രാത്രി യുവതികളെ കയറ്റി ഇതിന്റെ സത്യം മനസ്സിലാക്കാതെ പല ആൾക്കാരും ദുരുപദിഷ്ടമായി പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഇന്ന് ആ നിലപാടെല്ലാം മാറിയില്ലേ? ആദ്യ ഘട്ടത്തിൽ ചില ആൾക്കാർക്ക് ഈ വിഷയം മനസ്സിലായില്ല, അവരെ ബഹുമാനിക്കുന്നു. നമ്മുടെ സാക്ഷാൽ രാഹുൽ ഗാന്ധി ആദ്യം ഇതിന് മനസ്സിലായില്ല, എതിരായിരുന്നു. പിന്നീട് അദ്ദേഹം മാറി. വിശ്വപൗരനായ ശശി തരൂർ എതിരായിരുന്നു. പിന്നീട് അദ്ദേഹം മാറി. നമ്മുടെ പ്രധാനമന്ത്രി സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദിജി അന്ന് കൊടുത്ത ഇന്റർവ്യൂവിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധിയോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞു. അങ്ങനെ രാജ്യം മുഴുവൻ അയ്യപ്പ വിശ്വാസികളോടൊപ്പം നിന്നു. ഒന്ന് ഓർക്കണം, ഞങ്ങൾ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഒരാൾ പോലും കൂടിയില്ല, പിന്നീടാണ് എല്ലാവരും വന്നത്. അപ്പോൾ അന്ന് പോലും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നെഞ്ചി ചവിട്ടിയെ കയറുമെന്ന്. ആരുമില്ലാത്ത സമയത്ത്, ഇന്ന് എല്ലാവരും ഉള്ള സമയത്ത് നമുക്ക് ഒരുമിച്ച് നിന്ന് ആരോടും വിദ്വേഷമില്ലാതെ ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം. അതിന് സർക്കാരിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കും. ഈ വിധി ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഇങ്ങനൊരു സർക്കാർ സ്ത്രീകളെ കേട്ടെന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കത്തില്ല. പക്ഷെ നിങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാർ ഇറങ്ങി പ്രതികരിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഇങ്ങനൊരു നേട്ടം കൈവന്നത്. അപ്പം പക്ഷെ നിങ്ങളെ പോലുള്ള അഥവാ ഇതിനെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഭരിക്കുന്ന സർക്കാർ അവർക്ക് തോന്നിയത് പോലെ അവർ ശബരിമല ബുൾഡോസ്, അതായത് ആശയപരമായി ബുൾഡോസ് ചെയ്ത് വിശ്വാസത്തെ ബുൾഡോസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമായിരുന്നു. ഞങ്ങളെല്ലാം ഇറങ്ങിയത് ഇങ്ങനെ അയ്യപ്പന് വേണ്ടിയിട്ടാണ്. അയ്യപ്പൻ ഞങ്ങളെ ഇറക്കിയതാണ്. ഞങ്ങൾ ഇറങ്ങിയത് അയ്യപ്പന് വേണ്ടിയല്ല, അയ്യപ്പൻ ഞങ്ങളെ ഇറക്കിയതാണ്. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ 75 വർഷത്തെ ചരിത്രത്തിൽ ശബരിമലയാണ് ഏറ്റവും വലിയ വിശ്വാസ പ്രക്ഷോഭം. ഒന്ന് ആലോചിക്കണം, 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം ഞങ്ങൾ വിശ്വാസികൾ ഭക്തിയുടെ അടിസ്ഥിതമായി മുമ്പോട്ട് പോയതാണ്. അത് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും പോകുന്ന കാലഘട്ടത്തിൽ തിരിച്ചോർക്കുമ്പോൾ അഭിമാനിക്കാം. നമ്മുടെ കേരളത്തിൽ നിന്നാണ് ആ പ്രക്ഷോഭം തുടങ്ങിയത്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ആ പ്രക്ഷോഭം ഉണ്ടായി, 6 രാജ്യങ്ങളിലുണ്ടായി. അപ്പോൾ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ പ്രക്ഷോഭം ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തെ തന്നെ പുനർനിർവചിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് നമ്മൾ ഓരോ അയ്യപ്പ വിശ്വാസിയും ഹിന്ദുവും മലയാളിയും അഭിമാനിക്കണം.